ഇന്നല്ലാഹ وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه. ആയത്ത് ഇറങ്ങിയത് രാത്രിയാണ്. എല്ലാം അങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ ഹബീബിന്റെ സന്തോഷമാണ് ഇസ്ലാമിന്റെ സന്തോഷം. ഏത് ആണ്ടർത്തി നമ്മൾ പരിശോധിച്ചാലും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് നോക്ക് എന്താണ് ഈ കഴിഞ്ഞ രാത്രിയുടെ പ്രത്യേകത? എന്താ? അടുപ്പം എന്നോ അകലമെന്നോ സ്ഥലകാല ബന്ധങ്ങൾക്ക് അതീതനായ റബ്ബിന് എന്ത് അർശ് എന്ത് ഭൂമി. സ്ഥലകാല ബന്ധങ്ങൾക്ക് അതീതനാണ്, സ്ഥലകാല ബന്ധങ്ങൾക്ക് അതീതനാണ് റബ്ബ്. അവന് അടുത്തവനെന്നോ അകന്നവനെന്നോ റബ്ബിന് ഇല്ല. റബ്ബിന് അങ്ങനത്തെ ഒരു സിഫത്തില്ല. അകലൽ എന്ന വ്യത്യാസമില്ല. പക്ഷെ അബ്ദിനെ തൻ്റെ ഇബാദിൽ ഏറ്റവും തന്നിലേക്ക് അടുപ്പിക്കപ്പെട്ടവനാക്കണം എന്ന് റബ്ബ് തീരുമാനിച്ചു. അതെന്തിനാണ്? തസ്ലിയത്തൻ ലിഖൽബിഹി, ആ കൽബിനെ ഒന്ന് സന്തോഷിപ്പിക്കുക. അപ്പോൾ അല്ലാഹു തആല ഖബ ഖൗസിനിലേക്ക് കൊണ്ടുപോയി. ആരെ? അബ്ദിനെ. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. سريت من حرم ليلا إلى حرم كما سرى البدر في داج من الظلم. ഒരു ഹറമിൽ അടുത്ത ഹറമിലേക്ക് പിന്നെ അങ്ങനെ പോകും. പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ സന്തോഷം എല്ലാം അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ട് അല്ലാഹു തആല കാണിച്ചു. അടുക്കണമെന്ന് റബ്ബ് വിചാരിച്ചാൽ ഒരു രാത്രി പോയിട്ട് ഒരു സെക്കൻഡ് പോലും വേണ്ടി വരില്ല. അപ്പോൾ അല്ലാഹു തആല ഒരു പരിധി നിശ്ചയിച്ചു. ബുറാഖിനെ അയച്ചു കൊടുത്തു. ബുറാഖിന് ഒരു പരിധി ഉണ്ട്. റസൂലുള്ളാഹി അടുത്ത വരവിന് പരിധി ഉണ്ടാവില്ല. കാരണം മനസ്സിലായില്ല. എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ല. എന്തിനാ ബുറാഖ് കൊടുത്തത്? വേഗത കൂടാനല്ല, വേഗത കുറയാനാണ്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് മുഹമ്മദ് മുസ്തഫ. വേഗത നിയന്ത്രിക്കപ്പെടണം. കാരണം എന്തുകൊണ്ട്? അതിൻ്റെ വഴിയിലുള്ള ആളുകൾക്കൊക്കെ നബിയെ കാണണമല്ലോ. വണ്ടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടെ 120 സ്പീഡിലാണ് മകൻ പോണതെങ്കിൽ ബാപ്പൻ്റെയും ബാക്കിൽ നിർത്തിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നാട്ടും. അപ്പോൾ അവൻ്റെ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയില്ല. ബാപ്പ 60 ഉള്ളൂ, മകൻ 120. അപ്പം ബാപ്പ എന്ത് ചെയ്തു? ബാപ്പാൻ്റെ ഈ കയ്യോനെ നിയന്ത്രിച്ചു. ഈ കൈയില്ലെങ്കിൽ 120 പോകും. നിങ്ങൾ വിചാരിച്ച ബുറാഖിനെ കൊടുത്ത വേഗത കൂടാൻ വേഗത കുറയാനാണ്. കണ്ണെത്തുന്നിടത്ത് കാലെത്തും. ആർക്ക്? ബുറാഖിന്, മുത്തുനബിക്കോ? മനസ്സെവിടത്തിനടുത്ത് കാലെത്തും. അപ്പൊ ഏറ്റവും വേഗത ആർക്കാ? മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പം വേഗത നിയന്ത്രിച്ചാണ് ബുറാഖിനെ കൊടുത്ത്. ബുറാഖ് വേഗത കൂടാനല്ല, ബുറാഖ് വേറെ കുറയാനാണ്. നിയന്ത്രിക്കപ്പെട്ടു പോവുക. അപ്പൊ ആ ലോകങ്ങളിലൊക്കെ റസൂലുള്ളാഹിനെ കാണും. فأنت تخترق سبع طباق بهم في موكب كنت فيه صاحب العالم مولا صل وسلم دائما أبدا. ഞാനും അങ്ങനെ മനസ്സിലാക്കിയൊരു കാലമുണ്ടായിരുന്നു. വേഗത കൂടാൻ വേണ്ടി ബുറാഖിനെ കൊടുത്ത്, വേഗത കുറയാൻ കൊടുത്ത്, ജിബ്രീലിനെ വേഗത കുറയാൻ കൊടുത്ത്. വേഗത എന്തുകൊണ്ട്? അഷ്റഫുൽ ഖൽഖ് കമാലിയത്ത് മുസ്തഫ നബിക്കാണ്. എല്ലാ കമാലിയത്തും മുസ്തഫ നബിക്കാണ്. കമാലിയത്ത് അൽ കാമിൽ എന്ന പേര് ജിബ്രീലിനില്ല. അൽ കാമിൽ എന്ന പേര് മുസ്തഫ നബിക്കുണ്ട്. മുസ്തഫ നബിയുടെ പേരാണ് അൽ കാമിൽ. നിറഞ്ഞാളാണ്, പൂർണ്ണനല്ല ജിബ്രീൽ. പൂർണ്ണൻ ജിബ്രീലാണെങ്കിൽ അഷ്റഫുൽ ഖൽഖ് എന്ന് പേര് കിട്ടേണ്ടത്. അഷ്റഫുൽ മലായിക എന്ന പേരുണ്ട്, അഷ്റഫുൽ ഖൽഖ് എന്ന പേരില്ല. മലക്കുകളിൽ ഫാസ്റ്റസ്റ്റ് ആണ് ആര്? ജിബ്രീൽ. സൃഷ്ടികളിലല്ല, സൃഷ്ടികളിൽ മുഹമ്മദാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബുറാഖിനെ കണ്ണെത്തുന്നിടത്ത് കാലെത്തും, നബിക്കോ മനസ്സെത്തുന്നിടത്ത് കാലെത്തും. അതുകൊണ്ടല്ലേ പേരക്കുട്ടി ഭൂമി ഓരുണ്ടാ പോൽ എൻ കയ്യിലെന്നോർ ഭൂമി അതൊക്കെയും ഒരു ചുമടന്നോർ. പേരക്കുട്ടി പറയാ, പേരക്കുട്ടി പറഞ്ഞ വർത്താനം കേട്ടോളി. 13ാമത്തെ പേരക്കുട്ടി പറഞ്ഞു. എന്ത്
ഭൂമി ഒരുണ്ടാ പോൽ എൻ കയ്യിലെന്നോർ, ഭൂമി ആരൊക്കെയും ഒരു ചുമടെന്നോർ. ഭൂമി എനിക്കൊന്ന് കാലെടുത്താക്കാൻ മാത്രമേ ഉള്ളൂ. പേരക്കുട്ടിക്ക് എത്രാമത്തെ പേരക്കുട്ടി? 13ാമത്തെ പേരക്കുട്ടി. ഓർ 14, 13 14 അപ്പൊ മുസ്തഫ നബിക്കും കലാം سريت من حرم ليلا إلى حرم كما سرى البدر في تاج من الظلم وبت ترقى إلى أن نلت منزلة من قاب قوسين لم تدرك ولم ترمي. ഒരു സ്ഥാനത്തേക്ക് അന്ന് ഉയർന്നു, ആ സ്ഥാനത്ത് ഒരാളും എത്തപ്പെട്ടിട്ടില്ല, എത്തിപ്പെടാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. ലം തുദ്റക് വലം തുറമി. ജിബ്രീൽ പോലും അവിടെ എത്തിയിട്ടില്ല, എത്താൻ കരുതിയിട്ടില്ല. എന്തുകൊണ്ട് നടക്കൂല? പിന്നെ എങ്ങനെ എഴുതുക? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വലിയ ആളെന്നെ. ആരുടെ ഇടയിൽ? മലക്കുകൾക്കിടയിൽ വലിയ ആളാണ്. അത്രേ ഉള്ളൂ. ആ സ്ഥലത്ത് എത്തപ്പെട്ടിട്ടുമില്ല, എത്താൻ ഉദ്ദേശിച്ചിട്ടുമില്ല. അങ്ങനത്തെ ഒരു സ്ഥലം ഉദ്ദേശിക്കപ്പെട്ടിട്ടില്ല, അങ്ങനത്തെ ഒരു സ്ഥലം അവിടെ എത്തിയ ഹബീബായ നബി ആ രാത്രി പോയിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് മുഹമ്മദിയത്താണ് ഖിബ്ലത്തുൽ ഉമ്മ. ഓ ജൗഫു മുഹമ്മദിൻ ഔ റുസിറു മുഹമ്മദിൻ ഖിബ്ലത്തുൽ മുഅ്മിനീൻ. മുഹമ്മദിന്റെ ഉള്ളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളുടെ ഖിബ്ല മുഹമ്മദിന്റെ ഉള്ളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഖിബ്ല മാറ്റിയത്. അതിനനുസരിച്ച് ജനം മാറി. എന്തുകൊണ്ട്? ഖിബ്ലത്തുൽ ഉമ്മത്ത് മുഹമ്മദാണ് സല്ലല്ലാഹു. ഖിബ്ലത്തുൽ ഉമ്മത്ത് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിനെ നമ്മൾ തവജ്ജുഹ്, അപ്പം നമ്മൾ തവജ്ജുഹാവുന്നതാണ് നമ്മളെ ഖിബ്ല ഹബീബ നബിയാണ്. റസൂലുള്ളാഹി സന്തോഷം. റസൂലുള്ളാഹി ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യ ഖദീജ ബീവിയാണ്. അതുകൊണ്ട് നമ്മൾ ഖദീജ ബീവിയെ അൽ കുബ്ര എന്നും കൂടി കൊടുക്കും. എന്നോട് നബിയുടെ ഇഷ്ടം ഖദീജ ബീവിയിലാണ്. അപ്പോൾ അവർക്ക് നമ്മൾ പേര് കൊടുത്തു. എന്ത്? ഖദീജത്തുൽ കുബ്ര. സാധാരണ ഉമ്മയല്ല, വല്യമ്മ. വല്യമ്മയാണോ? അല്ല, ഖദീജത്തുൽ കുബ്ര. എന്തുകൊണ്ട്? ഹബീബായ റസൂലുള്ളാഹിന്റെ ജൗഫ് തിരിഞ്ഞത് അങ്ങോട്ട്. വലിയ ഇഷ്ടമാണ്. റസൂലുള്ളാഹിന്റെ ഇഷ്ടമാണ് ഈമാൻ, റസൂലുള്ളാഹിന്റെ ഇഷ്ടമാണ് ദീന്. റസൂലുള്ളാഹിന്റെ അത് മനസ്സിലാക്കിയാൽ മുഅ്മിനാവും. അത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിസ്കാരക്കാരൻ നോമ്പാരനോ എന്നിട്ട് ഇങ്ങനെ ചുറ്റി തിരിഞ്ഞ് നടക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനത്തെ ഒരു മനുഷ്യന് മദീനയിൽ പോയി മരിക്കേണ്ടി വരില്ല. മദീനയിൽ പോയി മരിക്കൽ നല്ലതല്ലേ? ആണ്. ദുനിയാവിലെ മനുഷ്യന്മാർ 100 കോടി ജനങ്ങൾ മദീനയിൽ പോയി മരിക്കണമെങ്കിൽ മദീന സ്ഥലമുണ്ടോ? എന്നാൽ മുഅ്മിനായ മനുഷ്യൻ എവിടെ മരിച്ചാലും അതാണ് മദീന. അതവൻ്റെ മദീനയാണ്. അത് ഹബീബ റസൂലുള്ളാഹിന്റെ മൻദറ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ റസൂലുള്ളാഹിന്റെ നോട്ടമുണ്ടോ? റസൂലുള്ളാഹിന്റെ നോട്ടമുണ്ടെങ്കിൽ ബഹറിലും മരിക്കാം. റസൂലുള്ളാഹിന്റെ നോട്ടമുണ്ടോ? മരിക്കണമെങ്കിൽ മരിക്കാൻ, രക്ഷിക്കണമെങ്കിൽ രക്ഷിക്കും. അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ ബയാത്ത് ചെയ്തപ്പോൾ പറഞ്ഞു, കുടുങ്ങിയാൽ ഒന്നിനെ വിളിച്ചാൽ മതി. അപ്പോൾ അയാൾക്കൊരു ചിന്ത വന്നു, ഇവിടെ അടുത്ത് എവിടെയാണെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾ വരും. ഞാൻ ദുനിയാവിൽ എവിടെയെങ്കിലും പോകുന്ന നേരത്തെ നിങ്ങൾ വിളിച്ചിട്ട് എന്താ കാര്യം? പിന്നീട് കുറേ കാലം അയാളത് മറന്നുപോയി. അബുൽ ഹസൻ ഷാദുലി ഉറക്കപ്പറ വലിയ ആളാണ്, വലിയ മഹാന അബുൽ ഹസൻ ഷാദുലി, വലിയ മഹാന അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനിയെക്കാളും വലിയ മഹാൻ അബുൽ ഹസൻ ഷാദുലിയാണെന്ന് അഭിപ്രായപ്പെട്ട മുത്തസവ്വിഫീങ്ങളെയും ഞാൻ ചരിത്രം വായിച്ചിട്ടുണ്ട്. അത്രയും വലിയ ആളാണ് അബുൽ ഹസൻ ഷാദുലി. ആ പണ്ഡിതന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങളുണ്ട്. അത് വലിയേക്കല്ല ഞാൻ വരുന്നത്. അങ്ങനെ ഇയാൾ പിന്നെ പോയി. കുറേ കാലം കഴിഞ്ഞു. അയാൾ കപ്പലിൽ യാത്ര ചെയ്തു. കപ്പലിൽ പൊളിഞ്ഞു. തിരമാല അടിച്ച് കപ്പൽ പൊളിഞ്ഞു. അങ്ങനെ അയാൾ വെള്ളത്തിൽ കടലായി. കടൽ വീണു. അപ്പോഴൊക്കെ പലതരം ദിക്റുകൾ ചെല്ലുന്നുണ്ട്, രക്ഷപ്പെടുന്നില്ല.
കടലിങ്ങനെ പൊങ്ങി താഴ്ന്നിട്ട് പൊങ്ങി വരുമ്പോൾ അയാൾക്ക് അന്ന് ഷെയ്ഖ് പറഞ്ഞത് ഓർമ്മ വന്നു, യാ ഷെയ്ഖ് യാ അബുൽ ഹസൻ എന്ന് പറഞ്ഞു. പിന്നെ താഴ്ന്നില്ല, ഒരാൾ മൂർത്താവിൽ പിടിക്കുന്നത് പോലെ തോന്നി. പിന്നെ ബോധം വന്നപ്പോൾ ഒരു കപ്പലിലിരിക്കുക. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് അബുൽ ഹസൻ ഷാദുലി തങ്ങളെ കാണാൻ ചെന്നപ്പോൾ പറഞ്ഞു, ശരി കുറച്ച് വെള്ളം കുടിച്ചില്ലേ? അതാദ്യം തന്നെ കപ്പൽ പൊളിയാൻ തുടങ്ങിയപ്പോൾ തന്നെ എന്നെ പേര് വിളിച്ചിരുന്നെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. ശരി കുറച്ച് വെള്ളം കുടിച്ചില്ലേ? എങ്ങനെയുണ്ട്? എന്തേ? ഇത് മുത്തനബിൻ്റെ പേര് കുട്ടിയാണ്. ലക്ഷണം 10. അവർക്ക് കൈ നീളാത്തൊരു സ്ഥലമല്ല. ഇതൊന്നും പറഞ്ഞാൽ കളിയാക്കണല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ കളിയാക്കലൊക്കെ എനിക്ക് പോയി കഴിഞ്ഞു. എൻ്റെ തോലിൽ ഇപ്പോൾ കളിയാക്കലില്ല, അതുകൊണ്ടാണ് അത് പറയുന്നത്. കളിയാക്കല് കുറ്റം പറയില്ല, അതൊന്നും എൻ്റെ തോലിന് ഇനി കയറില്ല. തോലൊക്കെ അവിടെ നിന്നായിരുന്നു പിന്നെയും പോയി കഴിഞ്ഞു. വില കൊടുത്ത് ചിന്തിക്കണം, എന്താണ് ഈ പറയുന്നത്? നമ്മുടെ സന്തോഷം മുസ്തഫ നബിയുടെ സന്തോഷം. അതുകൊണ്ടാണ് ഒരു റക്അത്തിന് 1,00,000 റക്അത്തിൻ്റെ കൂലി കിട്ടുന്ന മക്കയിൽ നിൽക്കാതെ പോവാഞ്ഞത് എല്ലാ സ്വഹാബികളും. എന്തുകൊണ്ട്? ഖിബ്ലത്തുൽ മുഅ്മിൻ ഹബീബ നബിയാണ്. ഇവിടെ ഒരു റക്അത്ത് 1,00,000 ഉള്ളൂ. നമ്മളൊക്കെ അന്നില്ലാത്ത നന്നായി, കാരണം നബിൻ്റെ ഒപ്പം ഒരാളുണ്ടാവില്ല. പോകാൻ ആരൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ അന്ന് പേര് കൊടുക്കും, ഞാനുണ്ട് നബി എങ്ങനെ ഒറ്റയ്ക്ക് ഓക്കെ ഞാനെങ്ങനെ വിടക്കും എന്നൊക്കെ പറയും. പോണ ആ നേരത്തെ എന്ത് പറയും? പെണ്ണുങ്ങൾക്കൊരു അഭിപ്രായം, എന്ത് നമുക്കിതുവരെ അക്കാത്തൊന്നും വല്ലാതെ കിട്ടാത്തതല്ലേ, അതുകൊണ്ട് പോന്നാൽ മതി. നബിനോട് ഇത് പറഞ്ഞാൽ നബി കേൾക്കുന്നു. ഇന്നലെ രാത്രി ഓൾ എന്നോട് പറഞ്ഞു. അപ്പം എന്താ എന്നായിക്കോട്ടെ. അപ്പം ഞാൻ നബി ഒറ്റക്കൊണ്ടി. കാരണം നമ്മളിപ്പോൾ വഹാബി ലൈനിലാണ് നമ്മളെ ചിന്തയൊക്കെ. നമ്മൾ വഹാബി സുന്നികൾ എന്ന് പറയും. ഇന്ന് സ്വാബികളും അല്ല, വഹാബി സുന്നികൾ. ഇന്നത്തെ സുന്നികളെ മൊത്തത്തിൽ പറയാൻ പേര് വഹാബി സുന്നികൾ എന്നാണ്, സ്വാബികളല്ല. സ്വാബി പറഞ്ഞാൽ ഉള്ളിൽ കയറി കഴിഞ്ഞു. ഇത് കളിയൊക്കെ അങ്ങനെയാണ്. എല്ലാത്തിനും ന്യായവും യുക്തിയും നോക്കുക, എല്ലാത്തിനും ന്യായം യുക്തി നോക്കുക. ഇതിനാണ് വഹാബികൾ എന്ന് പറയാം. ഇന്നത്തെ സുന്നികളൊക്കെ 99%, 100 എന്ന് പറയാൻ എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ പറയാത്തത് പിന്നെ ഓരോരുത്തരും ഞാനിൽ പെടൂല എന്ന് വിചാരിച്ചോട്ടെ എന്ന്. എല്ലാം കൂടി ഒറ്റടിക്കിൻ്റെ മേൽ ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 1% ബാക്കി വെച്ചത്. എന്തിനും യുക്തി നോക്കുക. മുസ്തഫ നബിയുമായി ബന്ധപ്പെട്ടതിൽ യുക്തിയേ ഇല്ല. എന്ത് യുക്തിയുള്ളത്? ഒരു മനുഷ്യൻ്റെ ബാപ്പ ഉമ്മയുമായി ബന്ധപ്പെട്ട രാത്രിയാണ് ഒരു മുഅ്മിനായ മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതെന്ത് യുക്തിയാണ് അതിൻ്റെ പിന്നിലുള്ളത്? അതിന് എന്ത് യുക്തി? ഏത് മതത്തിലാണ് അങ്ങനെയുള്ളത്? ഏത് മതമാണ് അതിന് ഒരു ന്യായം പറഞ്ഞ്? ലോകത്ത് ഏത് മതമാണുള്ളത് അങ്ങനെയുണ്ട്? വർത്തമാന മഹാവീരൻ്റെ അച്ഛൻ വർത്തമാന മഹാവീരൻ്റെ അമ്മയുമായി റൂമിൽ കൂടിയത് ജൈനമതത്തിന് പ്രധാനമാണ്. ബോധിവൃക്ഷ ചുവട്ടിൽ തപസ്സനുഷ്ഠിച്ച ശ്രീബുദ്ധൻ്റെ അച്ഛൻ ശ്രീബുദ്ധൻ്റെ അമ്മയുമായി റൂമിൽ കഴിഞ്ഞുകൂടി എന്നുള്ളത് പ്രധാനമാണോ? ഹൈന്ദവ മതത്തിലെ പ്രവാചകന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സപ്തർഷികൾ, ആ സപ്തർഷികളിലെ ഏതെങ്കിലും ഒരു മഹർഷി, ഏതെങ്കിലും ഒരാളുടെ അച്ഛൻ അമ്മയുമായി ബന്ധപ്പെട്ടത് ആ മതത്തിൽ പ്രധാനമാണോ? ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാത്രികളിൽ ഒന്നാണ് റജബ്, ആദ്യത്തെ രാത്രി. എന്തേ? അന്ന് വാതിലടച്ച ഹബീബായ റസൂലുള്ളാഹിയുടെ ഉമ്മയും ബാപ്പയും റൂമിൽ കൂടി എന്നതാണ് കാരണം. അതൊരു രാത്രിയാണ് കഴിഞ്ഞ്, ചില്ലറ ദിവസം പിന്നെ അവർ കൂടിയത്. അത് കഴിഞ്ഞ് അബ്ദുള്ള എന്നവർ യാത്ര പോയി, പിന്നീട് തിരിച്ചു വരുമ്പോൾ വഫാത്തായി. മനസ്സിലാവുകൊണ്ട് പറഞ്ഞു. അബ്ദുള്ള എന്നവർ പിന്നെ തിരിച്ചു വന്നില്ല. മദീനയുടെ യസ്രിബിൻ്റെ, അന്ന് മദീനയുമല്ല, യസ്രിബിൻ്റെ പരിസരത്തൂടെ യാത്ര ചെയ്യുമ്പോൾ രോഗം ബാധിച്ചു മരിച്ചുപോയി അബ്ദുള്ള എന്നവർ. മനസ്സിലാകാൻ പറഞ്ഞത് ലോകാവസാനം വരെ മുസ്ലിമീങ്ങൾക്ക് പ്രധാനപ്പെട്ട രാത്രിയാണ് റജബ് 1. എന്തേ? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പാപ്പ ഉമ്മയുമായി ബന്ധപ്പെട്ട രാത്രിയാണത്. ഇത്ര ഒരു നേതാവിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു മതം വേറെ ഏതാ? വെള്ളിയാഴ്ച ഏറ്റവും പ്രധാനമാണ്. അന്നത്തെ ദിവസങ്ങൾ നിസ്കരിച്ച് നോക്കിക്കോളി എന്നല്ല പറഞ്ഞേ, നിങ്ങൾ എനിക്ക് സ്വലാത്ത് ചൊല്ലിക്കോളി. അങ്ങനെയാ പറഞ്ഞത് പുണ്യ റസൂൽ മുസ്തഫ. ഒക്കെ പറ പുണ്യ റസൂൽ പുത്ത. ദീവാനിൽ ഒരു വരിയുണ്ട്, പോയി കഴിഞ്ഞ ആഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചു, ഇവിടെ തന്നെ വിശദീകരിച്ചു. എന്താണ് ആ വരിയുടെ ഓർമ്മ? ആദ്യം എൻ്റെ തുടക്കം എന്താ മുനീറെ?
വലൗ ഖസ്സറത അഅമാലഹു ഖില്ലത്തുൻ നുസുകി. അതൊരു വരി ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചിരുന്നു ദീവാനില്. കാഫ് ഹർഫുൽ കാഫിലുണ്ട്. എങ്ങനെയുണ്ട് അതിന്റെ തുടക്കം? വലൗ ഖസ്സറത അഅമാലഹു ഖില്ലത്തുൻ നുസുകി വയസ്മു ബികൽ മദ്ദാഹു فوق قرونه ولو قصرت أعماله قلة النسك. سبحان الله. AD 1900 ജനിക്കുകയും AD 1975 വഫാത്താവുകയും ചെയ്ത 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പുണ്യമായിരുന്നു മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്രാഹിം നിയാസ് കൗലഖി റളിയല്ലാഹു അൻഹു. അവരുടെ ദീവാനാണത്. അങ്ങനത്തെ ഒരാൾ 20-ാം നൂറ്റാണ്ടിൽ വേറെ ഒരാൾ ഉള്ളതായി എൻ്റെ അറിവിലില്ല. ദൗബാണ്, അലിഞ്ഞുപോയതാണ്. വെള്ളത്തിൽ ഉപ്പലിയും പോലെ മഹബത്തു റസൂലില്ലാഹ് റസൂലിൽ അലിഞ്ഞുപോയാളാണ്. നേരം വെളുത്താൽ ആദ്യം റസൂലുള്ളാഹിന്റെ അടുക്കലെത്തും. 8661 കിലോമീറ്ററാണ് ഷെയ്ഖിന്റെ നാട്ടിൽ നിന്ന് റസൂലുള്ളാഹിന്റെ നാട്ടിലേക്ക്. 8661 കിലോമീറ്ററാണ്. കൗലഖിൽ നിന്ന് മദീനയിലേക്ക് 8661 കിലോമീറ്ററാണ്. എന്റെ കാര്യങ്ങളൊക്കെ റസൂൽ ഏറ്റെടുത്തു. നബി എന്നെ സഹായിച്ചുകൊണ്ടേയിരിക്കാം പറഞ്ഞാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നു പറഞ്ഞാൽ തന്നെ ശിർക്ക് പോലെ ആകുമെന്നാണ് കേരളത്തിലെ ചില വലിയ സുന്നി മൗലാനമാർ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പത്തു വലിയ സുന്നി നേതാവ് പറയും നബി തന്നു എന്ന് പറഞ്ഞാൽ അത് അദബുകേടാണ്. നബി എന്നെ സഹായിച്ചിരിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം കൗലഖി തങ്ങളുടെ വാക്ക്. അതാണ് ഇപ്പൊ നമ്മൾ പുതിയ സുന്നി വീക്ഷണം പറയുന്നത്. നബി തന്നു എന്നൊരാൾ പറഞ്ഞാൽ അത് ശിർക്കാവൂലെങ്കിലും അദബുകേടാണ്. ഇവരൊക്കെ ഉള്ള കാലത്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഭൂമിയിലെ അടിക്ക് മരിച്ചു പോകണം. റസൂലുള്ള എന്റെ കാര്യം ഏറ്റെടുത്തിട്ടുണ്ട്. സുന്നികളൊക്കെ യോജിച്ചു പോകൽ നല്ലതാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുക യോജിക്കാതിരിക്കുന്നതും നല്ലതാണ്. എന്തുകൊണ്ട്? ഇതാണ് പകർന്നാലോ, ഈ ജാതി സ്വക്കടൊക്കെ പകർന്നാലോ. അങ്ങനെയാണല്ലോ. നെയ്യപ്പത്തിന്റെ ചട്ടിയിലായാലേ നെയ്യപ്പത്താവുള്ളൂ. ഉണ്ണിയപ്പത്തിന്റെ ചട്ടിയുമായി മാവ് താതാത്മ്യപ്പെടുകയാണെങ്കിൽ പിന്നെ നെയ്യപ്പം പ്രതീക്ഷിക്കേണ്ടതില്ല, പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് സുന്നികൾക്ക് നല്ലത് എനിക്ക് തോന്നിയിരുന്നു ഇടക്കാലത്ത് എല്ലാവരും യോജിച്ചു പോകണം. ഇപ്പോൾ ചില മഹാനേതാക്കന്മാരെ ഫത്വകൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുകയാണ് സുന്നികൾ ഇങ്ങനെ പോകൽ തന്നെ നല്ലത്. കാരണം ഉണ്ണിയപ്പാണ്ടവർക്ക് ഉണ്ണിയപ്പാകാം, നെയ്യപ്പാണ്ടവർക്ക് നെയ്യപ്പം. 20-ാം നൂറ്റാണ്ടിൽ ഇതിനേക്കാളും വലിയൊരു മഹാനുണ്ടെന്ന് എന്റെ അറിവിലില്ല. യോഗം കൂടിയിട്ട് അടുത്ത ആഴ്ച യോഗം കൂടി 30 കൂടി ഞാൻ പുറത്തേക്ക് കളി. നേരത്തെ പറഞ്ഞ വരിയിൽ എന്താ ഉള്ളത്? എന്താ പറഞ്ഞ വരി? എന്താ മുനീറേ? അങ്ങേ പ്രശംസിക്കുന്ന ആൾ മീതയായിക്കൊണ്ടേയിരിക്കും. അയാളുടെ കാലഘട്ടത്തിലെ സമന്മാരായ ആരെക്കാളും അയാൾ മേലെയാവും. അയാളെ അമലുകൾ ചുരുക്കിയാൽ പോലും ആരാധനയിലുള്ള താല്പര്യക്കമ്മി കൊണ്ട് സുന്നത്തിസ്കാരമൊക്കെ അയാൾ കുറഞ്ഞാൽ പോലും അയാളാവും മീതെ. എന്തുകൊണ്ട്? അയാൾ ആരെ പ്രശംസിക്കുന്ന ആളാണ്? അങ്ങേ സുന്നത്തിസ്കാരമൊക്കെ വേണ്ടേ? അതെ, സുന്നത്തിസ്കാരൻ എന്ന റൂഹില്ലാത്ത സാധനമാണ്. ഞങ്ങൾക്ക് റൂഹ് കയറണമെങ്കിൽ എന്ത് വേണം? തഅലീമുൻ നബിയിൽ മുസ്തഫ. അപ്പൊ റൂഹായി. അല്ലെങ്കിൽ അതെന്താ? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല. മദീന പള്ളിയിൽ സ്വപ്പ് നിർത്തിയ ആളെ കാര്യത്തിലാണ്
70 വട്ടം പൊറുക്കലെ തേടിയാലും പുറത്തു കൊടുക്കൂലാറ്. എന്റെ ഓന്റെ മനസ്സിൽ എന്തില്ല പറയാ? അബ്ദുല്ലാഹിബ്നു ഉബൈ ഇബ്നു സുലൂലിനെ പറ്റിയല്ലേ ആയത്തിറങ്ങി? എങ്ങനെയാണ് ആയത്ത്? 70 മറ എന്ന ആയത്തുണ്ടല്ലോ മോനെ. ഏതാണ് സൂറത്ത്? ഏതാണ് ആയത്ത്? ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറ ഫലൻ യഗ്ഫിർ അല്ലാഹു ലഹും. ഏതാണ് ആയത്ത്? ഏതാണ് സൂറത്ത് എന്ന് പറയാം വേഗം. തൗബയിൽ എവിടെയാണ് ആയത്ത്? എത്ര നോക്കാം. ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറ ഫലൻ യഗ്ഫിർ അല്ലാഹു ലഹും. അങ്ങനല്ലേ? ഇവന് വേണ്ടി 70 വട്ടം നബി നിങ്ങൾ പുറത്തു കൊടുത്താൽ ഞാൻ പുറത്തു കൊടുക്കൂല. ഇവന് വേണ്ടി 70 വട്ടം നിങ്ങൾ പൊറുക്കാൻ തേടിയാൽ ഞാൻ പുറത്തു കൊടുക്കൂല. എന്റെ നിങ്ങൾ നിസ്സാരപ്പെടുത്തി. എന്താ നിസ്സാരപ്പെടുത്തിയത്? അള്ളാഹുവിന്റെ ഹബീബ് കൈതപ്പുറത്ത് വരുന്ന നേരത്ത് ജനങ്ങളെ മണ്ണിനെ എന്ന് പറഞ്ഞു, കുറച്ച് ദൂരേക്ക് നിങ്ങളെ കൈതൊക്കെ എന്റെ ഒരു വാസനയാണ്. ഖുർആനിൽ നിസ്സാരമായി പറഞ്ഞ ജീവിയാണ് ഏത്? എന്താണ് റസൂലാണ് പഠിക്കണത്? ചങ്ങായി നിസ്കാരക്കണക്ക് മാത്രം പഠിച്ച് ഇങ്ങനെ ഔലിയപ്പാപ്പാക്കാൻ നടക്കണ്ട. നിസ്കരിച്ച ഒരാളും ഔലിയായിട്ടില്ല. ഔലിയാക്കൾ നിസ്കരിച്ചിട്ടുണ്ടേ ഉള്ളൂ. ഔലിയാക്കൾ നിസ്കരിച്ചിട്ടുണ്ട്. എത്ര? 80 80ാമത്തെ ആയത്തൊന്നും വിളിക്കാൻ മോനെ. മൈക്കെടുത്തോ, മൈക്ക് കൂടെ ഓതടാ. നല്ല അവസരം. بسم الله الرحمن الرحيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. استغفر لهم أو لا تستغفر لهم إن تستغفر لهم 70 مرة فلن يغفر الله لهم ذلك بأنهم كفروا بالله ورسوله والله لا يهدي القوم الفاسقين. بما كفرتم بالله إننا آية لاست ഭാഗം ذلك بأنهم كفروا بالله ورسوله. നീ എവിടെ റസൂലിനെ പറഞ്ഞേ? റസൂലിനെ നിന്ദിച്ചത് വഴി അള്ളാഹു നിസ്സാരപ്പെടുത്തി. അള്ളാഹുവിനെ എന്തേ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ നിസ്സാരപ്പെടുത്തിയത് ആരെയാ? കഫറു ബില്ലാഹി വറസൂലി. അള്ളാഹു നിസ്സാരപ്പെടുത്തിയില്ല. നിസ്സാരപ്പെടുത്തിയത് ആരെയാ? റസൂലുള്ളാഹി നിസ്സാരപ്പെടുത്തിയാൽ ആരെ നിസ്സാരപ്പെടുത്തി? അല്ലാഹ്. ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറ ഫല യഗ്ഫിർ അല്ലാഹു ലഹും. 70 വട്ടം നബിയെ നിങ്ങൾ പൊറുക്കലെ തേടിയാലും ഞാനൊരു പുറത്തു കൊടുക്കൂല. എന്റെ നിന്ദിച്ചു ആരെ? ഹബീബ നബിയെ. പിന്നെ ഓ മദീന പള്ളിയിൽ സ്വപ്പ് ശരിയാക്കണ ആളാ. പിന്നെ കൽബിൽ തഅ്ളീമില്ല ആരെ കുറിച്ച്? ഹബീബാഹുല്ലാന്റെ കൈതനെ ബഹുമാനിക്കണം. ഇല്ലെങ്കിൽ മുനാഫിഖോ. മുനാഫിഖായാലോ കാറ്റഗറി എവിടെയാ? ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. റസൂലുള്ളാഹിനെ ബഹുമാനിച്ചാൽ റസൂലുള്ള യാത്ര ചെയ്ത വാഹനം കൈത തന്നെ പറഞ്ഞാൽ എങ്ങാവൂ? കൈതപ്പുറത്തേക്കാണ് ഇർക്കബുൽ ഹിമാറ. കൈതപ്പുറത്ത് യാത്ര ചെയ്തിരുന്നു ആര്? അങ്കാരമില്ലാത്ത നേതാവല്ലേ? കൈതപ്പുറത്ത് യാത്ര ചെയ്തിരുന്നു ആര്? ഹബീബാ റസൂലുള്ളാഹ്. ആ കൈതയെ ബഹുമാനിക്കൽ മുഅ്മിനീങ്ങൾക്ക് നല്ലതാണ്. റസൂലുള്ളാഹ് യാത്ര ചെയ്തിരുന്ന കൈതയുടെ വാൽക്കുറ്റിലെ രോമമായിരുന്നെങ്കിൽ ഞാൻ എന്ന് ദ്വാർന്നോളി. അങ്ങനെ ദ്വാർന്നോലുണ്ടല്ലോ. റസൂലുള്ളാഹ് യാത്ര ചെയ്ത കൈതയുടെ വാൽക്കുറ്റിലെ രോമം ഞാനായിരുന്നെങ്കിൽ എന്തേ ആ ശരീരത്തിൽ ആര് കയറി? റസൂലുള്ളാഹ് കയറിയില്ലേ? പോരെ. അതാ പുണ്യ റസൂൽ. ആരാധനാ താല്പര്യത്തിലെ കമ്മി കാരണം ഒരാളെ അമലുകൾ ചുരുങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും ആ കമ്മിത്വം അയാളെ അമലുകളെ കുറച്ചിട്ടുണ്ടെങ്കിൽ പോലും അയാൾ അയാളെ കാലഘട്ടത്തിലെ ആരെക്കാളും മേധയാവും. എന്തുകൊണ്ട്? അൽ മദ്ദാഹു. ഇവൻ ആരാണ്? ഇയാൾ ആരാണ്? അൽ മദ്ദാഹു. പറയൂട്ടികളെ, ഇയാൾ ആരാണ്? ഹബീബാ റസൂലുള്ളാഹിയെ പ്രശംസ ചൊല്ലിയ ആളാണ്. അതല്ലേ മുൻഗാമികളൊക്കെ ചെയ്തത്. ഒരു ബോംബെക്ക് പണിക്കുകയാണെങ്കിൽ തലേന്ന് മങ്കൂസ് മൗലിദ് ഓടും. ദുബായിക്ക് മക്കളെ പറഞ്ഞേക്കാണെങ്കിൽ മങ്കൂസ് മൗലിദ് ഓടും. അന്ന് 25 റക്അത്ത് നിസ്കരിക്കാനല്ല നോക്കുക. നിസ്കാരമൊക്കെ നോക്കും. പക്ഷെ തലേന്നില്ലാതെ പള്ളിയിലെ മൊല്ലാക്കാനെയോ മോലിയരോ വിളിച്ചോണ്ട് ഒരു കോഴി നടത്തിട്ട് എന്തെങ്കിലും കൈമടക്ക് ഒരു 2 റുപ്യ 5 റുപ്യ അതൊക്കെ അന്നത്തെ കൈമടക്ക് കൊടുത്തിട്ട് ഒരു മൗലിദ് ഓതിപ്പിക്കും. എന്തിന്? എന്റെ കുട്ടി നാളെ ദുബായിക്ക് പോവുക, എന്റെ കുട്ടി നാളെ ബോംബെക്ക് പോവുക. അതുകൊണ്ട് എന്തൊക്കെ പൈസന്റെ ഗുണം മാത്രമല്ല, ഈ മുസ്ലിമായി മൂമിനായി തിരിച്ചു വരണം. ഇതൊന്നും ഇല്ലാതെ പോണത് പിന്നെ വഹാബിയായിട്ടാ മടങ്ങുന്നത്.
ഇന്ന് പോയവരൊക്കെ തിരിച്ചു ഒന്നിനും നിരീശ്വരവാദി അല്ലെങ്കിൽ വഹാബി ആണോ അല്ലേ? എന്റെ അദബുകൾ ഇന്നത്തെ ബാപ്പമാരായ നമ്മളെപ്പോലത്തോർക്ക് പറയേ ഇല്ല. കോളേജിലേക്ക് കുട്ടിയെ പറഞ്ഞയച്ചു, ഒരു നിരീശ്വരവാദിയായിട്ട് പറഞ്ഞിരുന്നു. എന്റെ അദബില്ല. കുട്ടിയെ പൊരയിൽ ഇറക്കി മദ്രസയ്ക്ക് പറഞ്ഞേക്കുമ്പോ ഇലാ ഹദ്റത്തിൻ നബിയിൽ മുസ്തഫ അൽ ഫാത്തിഹ വല്ലിമ ഓതുന്നതിന്റെ ഇടയിൽ, ഖുർആനിൽ ഓതുന്നതിന്റെ ഇടയിൽ എന്റെ കുട്ടിയെ നന്നാക്കി തരണം റസൂലുള്ളാഹിക്ക് ഒരു ഫാത്തിഹ ഓതുന്നതിന്റെ ഇടയിൽ ഒക്കെ അനുഭവിച്ച ആളാണ് ഞാൻ. ഇങ്ങനെ വരുമ്പോ പെരിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നു. വലിയ മുസാഫിർ ഓതുന്നുണ്ടോ? എന്റെ കുട്ടിയെ നന്നാക്കി കൊടുക്കണം റബ്ബേ. റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് അൽ ഫാത്തിഹ. എന്റെ കുട്ടിയാണ്. എന്തേ? അതുകൊണ്ടാണ് നമ്മളെ വൽപ്പത്തരല്ല. ഒന്നും സുന്നിയായി പോണത് നമ്മളെ വൽപ്പത്തരല്ല. നമ്മളെ വല്യമ്മാൻ്റെയും വല്യപ്പാൻ്റെയും ഫാത്തിഹ സൂറത്ത്. ആർക്ക് ഫാത്തിഹ സൂറത്ത് ഓതി? മുത്തുനബിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വളരെ ചിന്തിച്ചോളി. യുക്തിയുടെയും ന്യായത്തിൻ്റെയും പിന്നാലെ ഓടി നാശാണ്ട് ഞാൻ അവസാനിപ്പിക്കണം. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട രാത്രിയാണ് ഇന്നലത്തെ രാത്രി. എന്തുകൊണ്ട്? മിൻ ഖുസൂസിയത്തിൻ നബിയിൽ മുസ്തഫ. റസൂലുള്ളാഹിന്റെ പേര് തന്നെ അന്നബിയുൽ മിഅ്റാജ്, മിഅ്റാജിന്റെ നബി എന്നാണ്. ഇങ്ങനെ വേറൊരു നബിയും ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പഴയകാലത്ത് മിഅ്റാജിന് എന്തെങ്കിലും നെയ്യപ്പം കലത്തപ്പം പഴയ കാലത്ത് അതൊന്നും കഴിയാത്തവർ എന്ത് ചെയ്യും? കുറച്ച് ചോറിൽ കുറച്ച് തേങ്ങയും ശർക്കരയും വലിച്ചിടും. ഓർമ്മയില്ലേ അതൊക്കെ? നിങ്ങളൊക്കെ ഇങ്ങനെ മുതലാളിമാരായി ജനിച്ചതായിരിക്കും. ഞാനങ്ങനെ ജനിച്ചാൽ ഞാൻ സാധുവായി ജനിച്ച ആളാണ്. സാധുവായി ജനിച്ച മനുഷ്യനായാണ്. അപ്പം എൻ്റെ വാപ്പാക്ക് ഭൂമിയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത് ഇന്നത്തെ ശാസ്ത്രീയ സംവിധാനം ഒന്നും അറിയില്ല. അപ്പോൾ ഒക്കെ ഒപ്പിച്ചൊപ്പിച്ച് പോകുന്നൊരു കാലമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേറൊരു ഭക്ഷണം ഉണ്ടാക്കി തരാനൊന്നും കഴിയൂല. അപ്പം പിന്നെ മേറാജിന് രാത്രി എന്ത് ചെയ്യും? ഇന്ന് മേറാജാ. തലേന്നിൻ്റെ തലേന്ന് തന്നെ പറയലോ മേറാജാ. എന്താ മേറാജിൽ പ്രത്യേകിച്ച് ചെയ്യുക? ഒരു തേങ്ങ കുറച്ചിങ്ങനെ ചിരണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുക്കും, കുറച്ച് ശർക്കരയും കൂടി ചൂറ്റി കണ്ടിടും, എന്നിട്ടാണ് കുത്തി കേൾക്കും. എന്താ അതിനെന്താ പേര്? ചക്കരച്ചോറ്. ചക്കരച്ചോറ് മേറാജ് രാത്രി ചക്കരച്ചോറ് തിന്നവർക്ക് കൈപ്പൊക്കാം. കുറച്ചാണെങ്കിലും ഉണ്ട്. അൽഹംദുലില്ലാ ഞാൻ തിന്നിട്ട് എത്രയോ ചക്കരച്ചോറ്. എൻ്റെ ഒരു സന്തോഷം, അതൊരു സന്തോഷമാണ്. അല്ലാഹു റസൂൽ മേറാജിന് പോയതല്ലേ, ഒരൊക്കെ മുഅ്മിനായി മരിച്ചു. ആ ചക്കരച്ചോറ് തിന്നവരൊന്നും ഒരു കമ്മിയില്ലാതെ മരിച്ചു. ഒരു കമ്മിയില്ലാതെ മരിച്ചു. അങ്ങനെ നമ്മളൊക്കെ മരിച്ചു. അവർക്ക് എൻ്റെ റസൂൽ അവരപ്പുണ്ട്. വലോ കസ്റത അഅമാലഹു ഖല്ലത്തു നുസ്കി. ആരാധന കുറച്ച് കുറഞ്ഞാലും പാടത്തു പണിയിലും പറമ്പിലൊക്കെ പണിയാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ തരം സുന്നത്ത് നിസ്കാരം നോക്കില്ല. പക്ഷെ അത് കൽബ് നിറയെ ആരുണ്ട്? ഹബീബാ റസൂലുണ്ട്. നമുക്ക് നിസ്കാരമുണ്ട്, കൽബിൽ ആരില്ല? റസൂലുള്ളാഹില്ല. നമ്മൾ റസൂലിനെ പറ്റി എന്തെങ്കിലും വിചാരിച്ചാൽ അപ്പോൾ കാഫറാവെന്ന് പേടിച്ചെടുക്കുക. മൗലാനമാർ പ്രസംഗിക്കുകയുമാണ്. നബി തന്നു എന്ന് പറഞ്ഞാൽ അത് പേടാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വളരെ ചിന്തിക്കണം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളെ ഏറ്റവും വലിയ സന്തോഷം അള്ളാഹുവിന്റെ ഹബീബാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ഹബീബിന്റെ സന്തോഷം. റജബ് റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ട ശഅബാൻ റസൂലുള്ളാഹിന്റെ മാസം. റസൂലുള്ളാഹി എൻ്റെ മാസം റസൂൽ പറഞ്ഞല്ലോ, അതാണല്ലോ ഏത്? ശഅബാൻ. അപ്പൊ നമുക്ക് ഇക്താറുൻ സ്വലാത്തി അല നബിയിൽ മുസ്തഫ, അത് എൻ്റെ മാസം നബി പറഞ്ഞില്ലേ? അത് മതി. ഒരു മരച്ചോട്ടിൽ ഹബീബ റസൂലുള്ള തമ്മിൽ ഒരല്പനേരം ഇരുന്ന് പോയതിനു ശേഷം ഉമർ ഇബ്നു ഖത്താബിന്റെ വീട്ടിൽ എപ്പോഴും വെള്ളം ഒഴിച്ച് സംരക്ഷിക്കും ആ മരത്തിനെ. എന്തുകൊണ്ട്? ആ മരത്തിനെ ഹബീബ റസൂലുള്ള ചോട്ടിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വിശ്വാസത്തിനെയാണ്. നമ്മളിപ്പോൾ ഇന്നെങ്ങാനും റസൂലുള്ള ഉണ്ടായിട്ട് ഏതെങ്കിലും മരച്ചോട്ടിൽ ഇരുന്നിട്ട് പിന്നെ അവിടെ വെള്ളം പോരുകയാണെങ്കിൽ പിന്നെ അതോടുകൂടെ ഖുറാഫാത്തിന്റെ നേതാവ് അങ്ങനെയാണ് ഇങ്ങനെയാണ് കൊങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എങ്ങനെയൊക്കെ ഹർട്ട് ചെയ്യാൻ പറ്റുമോ ഒക്കെ ചെയ്യും. ഒരു മരച്ചോട്ടിൽ ഹബീബ നബി അല്പം ഇരുന്നു. പിന്നീട് ആ മരത്തെ കൂടുതൽ സംരക്ഷിച്ചു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ വീട്ടുകാർ. എന്തേ? ഇവിടെ ഹബീബ നബി ഇരുന്നിട്ടുണ്ട്. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അള്ളാഹു റസൂലിന്റെ സന്തോഷമാണ്. എനിക്ക് മുനാഫിഖുകളോട് ഏറ്റവും കൂടുതൽ ദേഷ്യം വേറൊന്നുമല്ല. അവർ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയെ റസൂലുള്ളാഹിയിൽ നിന്ന് നുണ പറഞ്ഞാൽ പറ്റി. അത് സഹിക്കാൻ കഴിയില്ല. എനിക്ക് സഹിക്കാൻ കഴിയാത്തൊരു കാര്യം, സഹിക്കാനേ കഴിയില്ല. ആയിഷ ബീവി റസൂലുള്ളാഹിക്ക് പച്ചവെള്ള, അങ്ങനത്തെ ആയിഷ ബീവി റസൂലുള്ളാഹിനെ അകറ്റാൻ വേണ്ടി പച്ച നുണ പറഞ്ഞു. ഒരിക്കലും അല്ലാഹു തആല പുറത്തു കൊടുക്കില്ല. കാരണം എന്താ? അത് കാരണം റസൂലുള്ളാഹിക്ക് ഭയങ്കര വിഷമമുണ്ടായി. കാരണം ആകെ റസൂലുള്ളാഹിന്റെ ഒരു വലിയ സന്തോഷമാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. എനിക്ക് മുനാഫിഖുകളോടുള്ള ദേഷ്യം അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല രാത്രികളിലും ആയിഷ ബീവി റസൂലുള്ളാഹിന്റെ ഒരു സന്തോഷം അതിനെ പറയാൻ കഴിയില്ല. അത്രയും
ഖദീജ ബീവി ഫാത്തിമ ബീവി കയറി വന്നപ്പോൾ റസൂലുള്ള പറഞ്ഞതാണ്, മോളെ ഇനി വഹിബ്ബു ഹാദിഹി, ഈ പെണ്ണിനെ എനിക്കിഷ്ടമാണ് കേട്ടോ. ഫകുന്തു വഹിബ്ബു ആയിഷ മിൻ ദാലിക അൽ-യൗം, ആ ദിവസം മുതൽ എനിക്ക് ആയിഷ ബീവിയെ പ്രത്യേകിച്ച് ഇഷ്ടമായിരുന്നു എന്ന് പറയാണ്. ആര്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ആയിഷ ബീവിയെ റസൂലിന് നുണ പറഞ്ഞകറ്റി. റസൂലുള്ള മദീന പള്ളി പോലും കേൾക്കുന്ന ഉച്ചത്തിൽ പ്രസംഗിച്ചത് ഈ സംഭവത്തിന്റെ തീരുമാനത്തിലാണ്. മദീനയിലെ അങ്ങാടിയിലെ ജനങ്ങൾ പോലും റസൂലുള്ളാഹിന്റെ വഅദ് കേട്ട് വിറച്ചുപോയി. അത്രയും ദേഷ്യം വന്നു. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യന്റെ സന്തോഷാല റസൂലുള്ളാഹിന്റെ സന്തോഷം. പഴയ കാലത്തെ പാട്ടുകളൊക്കെ എന്താ റസൂൽ കല്യാണത്തിന് എന്തിനായാലും മുൻഗാമികളൊക്കെ പാട്ട് ഇറക്കുക. പക്ഷേ കല്യാണത്തിന് ഞങ്ങൾ എത്തിക്കണം. തങ്ങളെ തൃക്കല്യാണത്തിന് തോരണങ്ങളെ തൂക്കുമ്പോൾ നന്നം പാടി താളത്തിലാടി മേളത്തിൽ ഞങ്ങളെ കൂട്ടല്ലാ. വഹദത്തുമാലയാണ്, വഹദത്തുമാലിന്നായത്. താത്തങ്ങളെ തൃക്കല്യാണത്തിന് തോരണങ്ങളെ തൂക്കുമ്പോൾ നന്നം പാടി താളത്തിലാടി മേളത്തിൽ ഞങ്ങളെ കൂട്ടല്ലാ. പഴയ കാലത്തെ ആളുകളെ കൊതിയ എനിക്ക് പഠിച്ചോനെ, എനിക്ക് വേറെ സ്വർഗത്തിലാണ് കയറിയാൽ ഇന്റെ മന്തി മറ്റതൊക്കെ തിന്നണമെന്നല്ല ഒരാഗ്രഹം. സ്വർഗത്തിൽ കയറിയോട് കൂടെ കുറച്ച് പക്ഷികളോടൊക്കെ പറയും, പക്ഷികളെ പൊരിഞ്ഞു വന്നു പറഞ്ഞാൽ അപ്പം തന്നെ പക്ഷികൾ പൊരിഞ്ഞ് വന്നിട്ട് നമ്മളെ മുന്നിൽ തളികയിൽ കിടക്കുന്നൊക്കെയാണ്. അപ്പം കുറച്ച് തളികയിൽ നാളെ പള്ള നിറച്ച് എന്ത് ചെയ്യണം പറയടാ, സ്വർഗത്തിലെ വലിയ വലിയ വസ്തുക്കളെ പോലെയുള്ള വലിയ വലിയ പക്ഷികളെ തിന്നണം. തേനിൻ്റെ പുഴയിൽ 1 ലിറ്റർ തേനിന് 800 രൂപ. കേരളയിൽ മലമുത്തമായി കൊണ്ടുവരുന്ന തേന് ഞാൻ വാങ്ങിയിട്ടുണ്ട്. 800 രൂപ 1 ലിറ്റർ തേന്. കേരളയിൽ 800 രൂപ. 300 രൂപ അവിടെ കിട്ടും. 300 രൂപ ഇപ്പോൾ ഇവിടെ മുക്കത്തും ഇവിടെയൊക്കെ കിട്ടും. അതിന് തേനെന്ന് പറയില്ല, തേന്ന് പറയും. തേന് മലമുത്തമാരി ഇറക്കിക്കൊണ്ടിരും. പിന്നെ സഹായത്താൽ എനിക്ക് സ്ഥിരം കിട്ടും 800 രൂപ. അതേ സമയത്ത് സ്വർഗത്തിൽ ചെന്നാൽ വാൻഹാറുമിൻ ആസലി, തേൻ്റെ പുഴകള, പുഴയല്ല പുഴക്കള. വാൻഹാറുമിൻ ആസലിൻ മുസഫ, ശുദ്ധമായ തേൻ്റെ പുഴകള. അപ്പൊ ഞമ്മക്ക് അവിടെ ചാടിയാൽ ഉടനെ എന്ത് ചെയ്യണം? തേനിന്റെ പുഴയിലൊക്കെ നീന്തി കുളിച്ച് അവിടെ കുടിച്ച് കുറച്ച് പക്ഷികളൊക്കെ പൊരിച്ചെടുത്ത് അതിന് മുൻഗാമികൾ അതല്ല തേടി. മുൻഗാമികൾ തേടി എന്താ? പക്ഷേ ഞങ്ങൾ ആ കല്യാണത്തിൽ കൂടണം. എന്റെ അല്ലാഹു റസൂല് ഭാര്യമാരെ കല്യാണം കഴിക്കണേ, ആ കല്യാണത്തിൽ കൂടെ. അതാ ഞങ്ങളെ സന്തോഷം. നമ്മളെ സന്തോഷം നമ്മളെ സന്തോഷമല്ല, റസൂൽ സന്തോഷം. തങ്ങളെ വഹദത്തുമാലയാണ്. തങ്ങളെ തൃക്കല്യാണത്തിന് തോരണങ്ങളെ തൂക്കുമ്പോൾ നന്നം പാടി താളത്തിലാടി മേളത്തിൽ ഞങ്ങളെ കൂട്ടല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യൻ സന്തോഷം, റസൂലുള്ളാഹി സന്തോഷം, അതാ സന്തോഷം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒരു ഫാത്തിഹ ദുആ ചെയ്യാം. യാസീൻ നേരം നേരമില്ലെങ്കിലും അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റിയല്ലേ പറഞ്ഞേ. എത്ര മണി? എത്ര? 18. എത്രക്ക ബാങ്ക്? 30 ഫാത്തിഹ സൂറത്ത് ഓതിയാൽ മതി. അള്ളാഹുവിന്റെ റസൂലിന്റെ 40 പറഞ്ഞ് പേടിക്കുന്നുണ്ട്. മനസ്സിലായില്ല കുട്ടികളെ? ഇത് പഠിക്കണം. നിങ്ങൾ ദാറുൽ ഖുർആൻ വന്നത് നിങ്ങൾ ഈ മല്ലവലാക്കാൻ. ദാറുൽ ഖുർആൻ നിങ്ങളെ സുന്നിയാക്കണ സ്ഥാപനം. നിങ്ങളെ സുന്നിയാക്കലാണ് ലക്ഷ്യം. ഫിഖ് നിങ്ങൾക്ക് എവിടെ പോയാലും പഠിക്കാം. ദാറുൽ ഖുർആൻ നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾ മുൻഗാമികൾ എവിടെയാണ് മുൻഗാമികൾ ആ സ്വാധീനങ്ങൾ ജീവിച്ചത്, ആ വഴി അവരെ സുലൂക്ക് അത് കൃത്യാക്കുക എന്നുള്ളത്. നമ്മുടെ റസൂലിലേക്ക് തവജ്ജുവാകുക. നമ്മുടെ റസൂൽ എത്തിച്ചേരും. റസൂലിനെ നമ്മളെ സംരക്ഷിക്കും. അതിരിക്കിനി എന്ന് പറയാൻ ഒരു മടിയില്ല. അതിരിക്കിനി ആ റസൂലുള്ളാഹ് എൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കണം. നബി ഏറ്റെടുക്കും ചെയ്യും. നിങ്ങൾ പഠിക്കണ്ട. അള്ളാഹിൻ്റെ ഹബീബിൻ നമ്മളെ ഏറ്റെടുത്താൽ പിന്നെ എന്തിനാ ലോകം? പിന്നെന്ത്? ഇപ്പം നമ്മളൊരു ഫാത്തിഹ ദുആ ചെയ്യാം എല്ലാവരും.
അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട രാത്രിയാണ് ഇന്നലെ. ഇനിയിപ്പം ബറാത്ത് പ്രധാനപ്പെട്ട രാത്രി. എന്തുകൊണ്ട് ഉമ്മത്തിന് മുഴുവൻ പുറത്തു കൊടുക്കാന്ന് പറഞ്ഞാൽ അള്ളാഹ് റസൂലിനെ സന്തോഷിപ്പിച്ചു. അപ്പോൾ നമുക്കത് സന്തോഷമാണ്. റമളാനോ അള്ളാഹു റസൂലാ കൊടുത്താണ്. പിന്നെ ഖുർആനോ അള്ളാഹു റസൂലാ കൊടുത്താണ്. ഖുർആൻ ഒരു മഹാഗ്രന്ഥം എന്ന നിലയിൽ മുസ്ലിങ്ങൾക്ക് ഏറ്റവും പ്രധാനം. പക്ഷേ ഏറ്റവും പ്രധാനം റസൂലാക്ക് കൊടുത്തതാണ്. അള്ളാഹുവിന്റെ ദാസന് കൊടുത്ത് മുത്തനബി കൊടുത്താണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, എനിക്ക് ഇറാഖിൽ പോകാൻ വലിയ കൂട്ടിയാണ്. 2025 ഇൻഷാ അല്ലാഹ് ഞാൻ ഇറാഖിൽ പോകും. ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നത് 2025 ഇറാഖിൽ പോകണം. പലവട്ടം ഞാൻ പോയിട്ടുണ്ട്. ഇപ്പോഴത്താണ് പോകാൻ കാരണമുണ്ട്. ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് അനസ് റളിയല്ലാഹുവിനെ കാണാം. അനസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ട ആളാണ്. 10 കൊല്ലം ഹബീബ റസൂലുള്ളാഹിന്റെ കൂടെയാണ്. ഉമ്മ കൊണ്ടുപോയിട്ട് ആദ്യം കൊടുത്തതാ അനസിനെ റസൂലുള്ളാഹിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഇത് പോയിട്ട് ഇതുവരെ ആയിട്ട് അനസ് റളിയല്ലാഹുവിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ബസ്രയിലാണ്. അപ്പോൾ ഈ യാത്രയിൽ ഇൻഷാ അല്ലാഹ് ഞാൻ അനസിനെ കാണും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ.